ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു പെൺകുട്ടിന്റെ മാറി തട്ടിച്ച് അങ്ങ് വെച്ച് എന്താക്കി ഇവൻ ഇറങ്ങിപ്പോയി ഇവൻ അറിയാണ്ട് പോകുന്നത് അറിയിട്ട് തന്നെ ചെയ്യുന്നത് ആ വീഡിയോ മനസ്സിലാകുന്നുണ്ട്. അതായത് ചെറിയ കുട്ടിയൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്താലും അറിയാൻ സ്വയം ബോധത്തിൽ തന്നെയാണ് ആ കുട്ടീനെ മാറി തട്ടി പോകുന്നത്. ആ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൾ എന്ത് കണ്ടന്റോ കാതോ എന്നും നമുക്കറിയാം. ആ കുട്ടി വീഡിയോ എടുത്തതിലിപ്പം കണ്ടത് മനസ്സിലാകുന്നുണ്ടാ ആ ചങ്ങാതി അവളെ മാറി തട്ടിട്ട് പോകുന്നത്. അങ്ങനെ എന്റെ പപ്പാന്റെ ഉമ്മാന്റെ മോളെ മാറി തട്ടിട്ടല്ല ചങ്ങായി ബസ്സിൽ ഇറങ്ങി പോകേണ്ടത്. ഈ പോകാനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമില്ല. മരിച്ചത് എന്റെ വീട്ടിലേക്ക് പോയി ഓൻ അങ്ങനെ ചെയ്യാത്ത വലിയ മാനാണെങ്കിൽ ഓൻ എന്താക്കും പബ്ലിക്കിൽ വന്നിട്ട് അത് ഞാൻ കേട്ടിട്ട് എന്താക്കണം ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങൾ വേണ്ടി ഈ കുട്ടിക്ക് വേണ്ടി ബോധം വൽക്കണം കൊടുക്കണം. ഈ ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ കേൾക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് ബ്രോ അയാൾ തെറ്റുകാരനായതുകൊണ്ടല്ല. ചില ആണുങ്ങൾക്ക് അവർ പൈസ ഉണ്ടാക്കി കാണത്തില്ല, മുതലുണ്ടാക്കി കാണത്തില്ല, പക്ഷെ അന്തസ്സ് അഭിമാനം അത് നഷ്ടപ്പെടുന്നതേ അവർക്ക് മരണത്തിന് തുല്യമാണ്. പിന്നെ വീഡിയോ ഇടാനൊന്നും നിങ്ങളെപ്പോലുള്ള ധൈര്യമുള്ള ആൾക്കാരായിരിക്കത്തില്ല. പുറമേ നോക്കുമ്പോൾ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ കാണും. ഉള്ളുകൊണ്ട് അവർ പാവങ്ങളുമായിരിക്കും. അവർക്ക് ആ ഒരു നിമിഷം അത് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ വരും. സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ മുഖത്ത്, സ്വന്തം കൂട്ടുകാരുടെ മുഖത്ത്, സ്വന്തം ഭാര്യയുടെ മുഖത്ത്, സ്വന്തം പിള്ളേരുടെ മുഖത്ത്. നാളെ ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് പോകുമ്പം അതെ അവനെ ഇന്നലെ ആ ബസ്സിൽ വെച്ച് ഞോണ്ടിയതാ എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ. പിന്നെ ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. ഇനി നിങ്ങൾ പറയുന്ന പോലെ അയാൾ തെറ്റുകാരനാണെന്നിരിക്കട്ടെ, എന്തുകൊണ്ട് ആ പെൺകുട്ടി പ്രതികരിച്ചില്ല? നിൻ്റെ ഭാര്യയെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പബ്ലിക്കായിട്ട് കയറി പിടിച്ചാൽ നിൻ്റെ ഭാര്യ ഓടി വന്ന് മൊബൈൽ എടുത്ത് വെച്ച് അത് റെക്കോർഡ് ചെയ്തോ അതോ പ്രതികരിക്കുമോ? നിൻ്റെ പെങ്ങൾ, നിൻ്റെ ഉമ്മ, ആരെങ്കിലും പെണ്ണുങ്ങൾ ഒന്ന് നീ ചോദിച്ചു നോക്ക്. അവരുടെ ദേഹത്ത് അവർ അനുവാദമില്ലാതെ ഏതൊരുത്തൻ തൊട്ടാലും ആ സമയത്ത് പെണ്ണാണെങ്കിൽ അവൾ പ്രതികരിക്കും. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഇഷ്ടമില്ലാതെ ഒരുത്തൻ നമ്മുടെ ചതിച്ചാൽ പോലും ചില പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ, ഭർത്താവ് വേറൊരുത്തൻ്റെ കൂടെ പോയി അല്ലെ ഒരുത്തിയുടെ കൂടെ പോയെന്ന് പറഞ്ഞാൽ അയാളെ തൊടാൻ പോലും അറിയിക്കും. തന്നെ ചുംബിച്ച ചുണ്ട് വെച്ച് മറ്റൊരുത്തിയെ ചുംബിച്ചിട്ട് അയാളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു ചില പെണ്ണുങ്ങൾ ഉപേക്ഷിക്കാൻ, ചില ആണുങ്ങളും ഉപേക്ഷിക്കും. കാരണം എന്താ, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരാളുടെ കൂടെ കിടന്നൊരു പെണ്ണിനെയും വേറൊരാളുടെ കൂടെ കിടന്നൊരാണിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെയുള്ളൂ ഇതും. അയാൾ തെറ്റുകാരനാന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അവൾ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് അവൾ പോലീസിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ പോലീസുകാർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കേസ് എടുത്തിട്ട് ആരും വിളിച്ചിട്ടുമില്ല, അങ്ങനെ അന്വേഷിച്ചിട്ടും ഇല്ലെന്ന്. പിന്നെ കയ്യിലൊരു കവർ ഇരിക്കുന്ന ഒരു വ്യക്തി നോർമലി നടക്കുമ്പോൾ നമ്മുടെ കൈ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വരും. അപ്പം പിന്നെ നിങ്ങളെപ്പോലുള്ളവർ പ്രതികരിച്ച് ഇങ്ങനെ ഒന്നും ഞാൻ പറയണില്ല. എന്നാലെങ്കിൽ കുറച്ച് ലൈക്കും കമൻറ്റും ഫേമസും ആവണ്ടേ. എന്തൊക്കെ നോക്കിയിട്ടും ഫേമസ് ആയിട്ടില്ല, നെഗറ്റീവ് കമൻറ്റ് മാത്രം വരുന്നു. പിന്നെ ഇതൊന്ന് കരുതേണ്ട, അയാൾക്കൊരു കുടുംബമുണ്ട്. അയാൾ ആ കുടുംബത്തിനെ ഓർത്ത് അയാൾ മരിച്ച് തലയുടെ മണ്ടയ്ക്ക് വന്ന് നിൽക്കുമ്പോഴും കുറച്ചെങ്കിലും ഒരു മനസാക്ഷി കാണിക്കുക. ആരെയും കൂടെ ഒന്നും പറയുന്നില്ല ഞാൻ. പറഞ്ഞാൽ ചിലപ്പം കൂടിപ്പോയി. സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.